നമസ്കാരം, ഞാൻ ആറ്റുകാൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുതുവർഷ ഫലമാണ്. ഇതാ വീണ്ടും ആഗമനമായി 1200 വർഷം കൊല്ലവർഷം വരെയാണ്. ഈ വരുന്ന 1199 കർക്കിടക മാസം 32 രാത്രി 7:34 ധനുക്കൂറിൽ, അതായത് പൂരാടം 2ാം പാദത്തിൽ ചിങ്ങരവി സംക്രമം. ഒരു വർഷ ഫലമാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 2024 ആഗസ്റ്റ് 16 മുതൽ 2025 ആഗസ്റ്റ് 17 വരെ. അപ്പോൾ ഓരോ രാശിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കർക്കിടക കൂറുകാർക്ക് എങ്ങനെ? പുണർതങ്കാല്, പൂയം, ആയില്യം. ഈ 1200 വർഷം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ശുഭകാര്യങ്ങളുടെ വർഷാവട്ടെ എന്ന് സർവീശ്വരനെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അപ്പം നമുക്ക് ഈ വർഷം, അതായത് കൊല്ലവർഷം 1200 4 ഗ്രഹമാറ്റം സംഭവിക്കുകയാണ്. അതിപ്പോൾ ഇംഗ്ലീഷ് ഡേറ്റിൽ പറയുകയാണെങ്കിൽ മാർച്ച് 29 ശനിയുടെ സഞ്ചാരം കുംഭത്തിൽ നിന്ന് മീനത്തിലോട്ട് സഞ്ചരിക്കുകയാണ്. മെയ് 18 രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലോട്ട് സഞ്ചരിക്കുകയാണ്. വ്യാഴം മെയ് 14 മിഥുനത്തിലോട്ട് സഞ്ചരിക്കുകയാണ്. പിന്നെ ഇതിൽ ചൊവ്വയുടെ, ഇപ്പം കുജനാണെങ്കിൽ ഒരു രാശിയിൽ 44 ദിവസമാണ് സഞ്ചരിക്കുന്നത്. രാശിയിൽ വരെയാണ്. അതായത് ഒക്ടോബർ 20 മുതൽ 2024 ഒക്ടോബർ 20 മുതൽ 2025 ജാനുവരി 21 വരെ രാശിയിൽ വരെയാണ്. അപ്പോൾ രാശിക്ക് മിത്രമാണ് കുജൻ. നീചനാണെങ്കിലും ഗുണഫലം ഏറി നിൽക്കും. 12ലാണ് വ്യാഴൻ്റെ സഞ്ചാരം. അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് മെയ് 14 വരെ വ്യാഴൻ്റെ സഞ്ചാരം വളരെ അനുകൂലമാണ് കാണുന്നത്. അപ്പോൾ വിവാഹാധികാര്യങ്ങൾ ഈ നക്ഷത്രത്തിൽ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉണ്ടെങ്കിൽ, അതായത് പുണർതങ്കാല്, പൂയം, ആയില്യം, ഇവർക്ക് ഈ മെയ് 14 മുന്നേ എന്ത് ശുഭകാര്യം നടത്താനുള്ള നല്ല സമയമാണ് കാണുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം കാണുന്നു. മെയ് 14 ശേഷം വ്യാഴം 12ലാണ്. അതായത് മീനമാസം 1200 വർഷം മീനമാസത്തിന് ശേഷം നമുക്ക് വ്യാഴം മറവ് സംഭവിക്കുകയാണ്. ഒരു ശുഭകാര്യം നടത്താൻ പറ്റില്ല. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഈ 2025 വർഷം മെയ് 14 വിവാഹാദി കാര്യങ്ങളിലൊക്കെ മുൻകൈ എടുക്കുക, നടത്തുക. പിന്നെ ബിസിനസ് മേഖല നോക്കുകയാണെങ്കിലും നമുക്ക് മെയ് വരെ അനുകൂലമാണ്. അതിനുശേഷം അലച്ചിൽ കൂടുന്ന സമയമാണ്. പരിഹാരാർത്ഥം ശ്രീ ദക്ഷിണാമൂർത്തിക്ക് കടലമാല സമർപ്പിക്കുന്നതും നെയ്ദീപം കത്തിക്കുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ വ്യാഴമാറ്റം, പിന്നെ ശനി മാറ്റം. ശനി മാർച്ച്, അത് 2025 മാർച്ച് 29 ശനി മീനത്തിലോട്ട് സഞ്ചരിക്കുന്നത്. അപ്പം 9ലാണ്, ജലരാശിയാണ്. പുറത്തു പോകാൻ നിൽക്കുന്നവർ, അതായത് നേഴ്സിംഗ് മേഖലയിലൊക്കെ പഠിച്ചു നിൽക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് നമുക്ക് UK-ലെയോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലോ പോയി ജോലി ചെയ്യാനുള്ള അവസരം കാണുന്നു. എന്തുകൊണ്ടും ഈ കാലയളവ് നമുക്ക് നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. 8 നിന്ന് മാറുകയാണ്. അതായത് അഷ്ടമശനി നമുക്ക് മാറിക്കിട്ടുകയാണ്. പരിഹാരാർത്ഥം അത് മാറുന്ന മുന്നേ തന്നെ ശ്രീ ധർമ്മശാസ്താവിന് നീരാജന വഴിപാട് നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. അല്ലെങ്കിൽ ശബരിമല യാത്ര, നെയ്ത്തങ്ങ് നിറച്ച് ശബരിമല ശ്രീ അയ്യപ്പനെ ദർശിക്കുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. ശുഭമസ്തു.